അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് ആദ്യം സുഡാനിലെ പ്രശ്നങ്ങൾ കണ്ടതായി ഭാവിച്ചില്ല. ആഭ്യന്തര യുദ്ധം ദശാബ്ദങ്ങളായി തുടരുന്ന സുഡാനിൽ ഒരുപക്ഷെ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നിരവധി സാധാരണക്കാരെയാണ് അക്രമകാരികൾ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നത്. അതിന്റെ ദൃശ്യങ്ങൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. 10,000-കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റിൽ പോലും കൂട്ടക്കൊലയുടെ ശേഷിപ്പുകൾ ദൃശ്യമായി എന്നത് സുഡാനിലെ ഭീകരതയുടെ തോത് വ്യക്തമാക്കുന്നു. ഇത്രയുമൊക്കെയായിട്ടും ലോക പോലീസ് ചമയുന്ന അമേരിക്കയും അതിന്റെ തലവനായ ഡൊണാൾഡ് ട്രംപും ഇതൊന്നും അറിഞ്ഞ മട്ട് കാട്ടിയതേയില്ല. അമേരിക്കൻ ട്രഷറി പൂട്ടൽ, ഇന്ത്യയുമായുള്ള താരിഫ് വിഷയം, ചൈനയുമായുള്ള താരിഫ് യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി ഒടുവിലായി സൊഹറ മംദാനി ന്യൂയോർക്ക് ഗവർണർ ആയതുവരെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടെ ട്രംപിന് എന്ത് സുഡാൻ? പക്ഷേ ആളാകാനുള്ള ഒരവസരവും കളയാത്ത ട്രംപ് ഒടുവിൽ പ്രശ്നപരിഹാരവുമായി എത്തുകയാണ്. സുഡാനിലെ സായുധ സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് തലവൻ ഹെമഡിയുമായും സുഡാൻ ആംഡ് ഫോഴ്സസുമായും അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് വിദേശകാര്യ വക്താവ് പറയുന്നത്. ചർച്ചകൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് തുടങ്ങിയതാണ്. എന്നാൽ 2 മാസം മുൻപ് ഈജിപ്ത്, സൗദി അറേബ്യ, UAE രാജ്യങ്ങളെ ചേർത്തുള്ള സംഘടനയെ രൂപീകരിച്ച ട്രംപ് ഇവരിലൂടെ സുഡാനിൽ സമാധാനത്തിന് ശ്രമിക്കുകയാണ്. സമാധാനത്തിന് ഇരുപക്ഷവും സമ്മതം അറിയിച്ചെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും സുഡാനിൽ ആക്രമണത്തിന് ഒരു കുറവും വന്നിട്ടില്ല. രാജ്യത്തെ രക്ഷിക്കാനുള്ള ബാധ്യതയും അധികാരവും ഉണ്ടെന്ന് സുഡാൻ സർക്കാർ പ്രസ്താവനയും ഇറക്കി. സുഡാനിലെ പോരാട്ടം കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭാ തലവൻ ആന്റോണിയോ ഗുട്ടറസും പറഞ്ഞു കഴിഞ്ഞു. 30 മാസമായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും സുഡാൻ ആംഡ് ഫോഴ്സസും നടത്തുന്ന പോരാട്ടത്തിൽ 10,000-ലേറെ പേർ, ഏറെയും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. 2 കോടിയിലധികം മനുഷ്യർ ഭക്ഷണത്തിനായി നെട്ടോട്ടത്തിലാണ്. 1.5 കോടിയിലധികം പേർക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. ദാഫു പട്ടണം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിന്റെ അധീനതയിലായതോടെ സുഡാൻ 2ആയി വിഭജിക്കപ്പെടുമെന്ന ആശങ്കയുമുണ്ട്. സുഡാനിലെ ഈ പ്രശ്നത്തിനിടെ മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ട്രംപ് തനി ട്രംപായി. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തുന്നു എന്നാരോപിച്ചാണ് ഭീഷണി. സുഡാനിലെ സാഹചര്യം പോലെ രാജ്യത്തെ വിഭജിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ട്രംപ് ആരോപിക്കുന്നു. ഒരു ആരോപണം ഉന്നയിക്കാൻ ട്രംപിന് അത് സത്യമാകണം എന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് നൈജീരിയ അതിനെ കാര്യമായി എടുക്കുന്നില്ല. അവസാനിപ്പിച്ചുവെന്ന് പറയുന്ന 7 യുദ്ധങ്ങൾ ഏതൊക്കെയെന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് പോലും അറിയാമോ എന്ന് സംശയമുണ്ട്. സമാധാന ദൂതനാകാൻ കൊതിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ട് ഫലത്തിൽ ഇളഭ്യനായ ട്രംപ് ഹമാസ് ഇസ്രയേൽ വിഷയത്തിൽ ഇടപെട്ട് മുഖം രക്ഷിച്ചു. എന്നാൽ ലോകത്ത് ആരും സഹായത്തിനെത്താത്ത സുഡാനിലെ മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപിനും സംഘത്തിനും കഴിയട്ടെ എന്നാണ് ഇപ്പോൾ ലോകം ആഗ്രഹിക്കുന്നത്. അതിനിടെ സുഡാനിൽ ആഭ്യന്തര കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുകയാണ്. വടക്കൻ കൊർഡോഫൻ പ്രവിശ്യയിലെ എൽ ഉബൈദിൽ അർദ്ധസൈനിക RSF സേന 40 പേരെ വധിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ പേർക്ക് പരിക്കുമേറ്റു. ഭക്ഷണവും വെള്ളവുമില്ലാതെ ജനം അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുമ്പോഴാണ് RSF ഡ്രോൺ ആക്രമണം നടത്തി സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തത്. കൊർഡോഫൻ പ്രവിശ്യയിൽ ഏതാനും ദിവസങ്ങളായി സാഹചര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് UN അറിയിച്ചിട്ടുണ്ട്. കൊർഡോഫൻ, ദാർഫൂർ മേഖലകളാണ് ഏറ്റവും കൂടുതൽ മാസങ്ങളായി സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രം. ദാർഫൂറിലെ സൈനിക കേന്ദ്രം RSF പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വടക്കൻ കൊർഡോഫനിലെ ബാര പട്ടണത്തിൽ RSF 9 സ്ത്രീകൾ ഉൾപ്പെടെ 47 പേരെ വധിച്ചു. 2 വർഷമായി സുഡാനിൽ സർക്കാർ സേനയും RSFും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ 40,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. സുഡാനിൽ നിയന്ത്രണാതീതമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം എല്ലാ അതിരുകളും ലംഘിക്കുന്നതായും ലോകത്തെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. 2 വർഷത്തിലധികമായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലമർന്ന രാജ്യത്ത് അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് അഥവാ RSF സർക്കാർ സേനയ്ക്കെതിരെ നടത്തുന്ന മുന്നേറ്റമാണ് പുതിയ രക്തച്ചൊരിച്ചിലിലേക്ക് നയിച്ചത്. രാജ്യത്തിന്റെ പകുതി ഭാഗവും ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞയാഴ്ച സർക്കാർ സേനയിൽ നിന്ന് വടക്കൻ ഡാർഫറിന്റെ തലസ്ഥാനമായ എൽ ഫാഷർ നഗരം RSF പിടിച്ചെടുത്തതോടെയാണ് ഇപ്പോൾ കലാപം രൂക്ഷമായത്. ഡാർഫറിൽ സർക്കാർ സേനയുടെ അവസാന ശക്തി കേന്ദ്രമായിരുന്ന ഈ നഗരത്തിൽ നിന്ന് 60,000 പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുകൾ. അവശേഷിക്കുന്ന 2 ലക്ഷം പേർ RSFന്റെ തടവിലാണ്. 2000-ഓളം പേർ ഇവിടെ കൊല്ലപ്പെട്ടതായാണ് സുഡാൻ സർക്കാർ പറയുന്നത്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഏറെയാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു.